മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാലും പോലീസിനെ വെട്ടിച്ച് പറന്നത് എങ്ങോട്ടാണ്? ആരാണ് രാഹുലിനെ രക്ഷിച്ചു കൊണ്ടുപോയത്? അമിത വേഗതയിൽ അല്ലെങ്കിൽ പോലീസിന്റെ കണ്ണും വെട്ടിച്ച് എങ്ങോട്ടേക്കാണ്? കർണാടകയും കഴിഞ്ഞ് തമിഴ്നാടും കഴിഞ്ഞ് രാഹുൽ ഏത് സംസ്ഥാനത്തേക്കാണ് പോയത്? ഇതൊക്കെയാണ് ഇപ്പോൾ മാധ്യമ ലോകത്തെ ചർച്ച. ഏതായാലും പോലീസ് കണ്ടെത്തിയ ഒരു നിഗമനം അനുസരിച്ച് ഫോക്സ് വാഗന്റെ പോളോ GT കാറിൽ, അതായത് 108.5 bhp പവറും 175 Nm ടോർക്കും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഒക്കെയുള്ള ഈ കാറിലാണ് രാഹുൽ മാങ്കൂട്ടം പറന്നിരിക്കുന്നത്. ഈ കാറ് ആരുടേത്? ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നാണ് സൂചനകൾ. ഈ സിനിമാ താരം ആര് എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും താരത്തിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് വരുന്ന സൂചനകൾ. കണ്ണാടിയിൽ നിന്നാണ് മാങ്കൂട്ടം മുങ്ങിയിരിക്കുന്നത്. ചുവന്ന പോളോ കാറിലാണ് മാങ്കൂട്ടം പോയതെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അത് രാഹുലിന്റെ സുഹൃത്തായ സിനിമാ താരത്തിന്റെ കാറാണ് എന്നും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കണ്ണാടിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ചുവന്ന പോളോ കാർ എന്ന സൂചന പോലീസിന് ലഭിച്ചത്. രാഹുലുമായി അടുപ്പമുള്ള ഒരു സിനിമാ താരത്തിന് ചുവന്ന പോളോ കാർ ഉണ്ടെന്നതാണ് വസ്തുത. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ താരത്തെ പോലീസ് ചോദ്യം ചെയ്തതായും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഏതായാലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ചോദ്യം ചെയ്യലിൽ താരം ആരോപണം നിഷേധിച്ചുവെന്നാണ് വരുന്ന വാർത്ത. എങ്കിലും അവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. MLA കേരളം വിട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ്. കർണാടകയിലേക്കാണോ തെലുങ്കാനയിലേക്കാണോ മാങ്കൂട്ടം പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുമായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഫോണിൽ പോലും ബന്ധപ്പെടുന്നില്ല. കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്യുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. കോയമ്പത്തൂരിൽ നിന്നും രാഹുൽ മാറിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. CCTVയുള്ള റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ പാലക്കാട് തന്നെ വിട്ടത്. ഒന്നിലധികം വാഹനം ഉപയോഗിച്ചുവെന്നും സൂചനകളുണ്ട്. അതിനിടെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കണ്ണാടിയിൽ നിന്നും ചുവന്ന പോളോ കാറിൽ മുങ്ങിയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനമെങ്കിലും ബുധനാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും നാളെയുമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. രാഹുലിന്റെ സുഹൃത്തും രണ്ടാം പ്രതിയുമായ ജോബിയെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നില്ല എന്നുള്ള ആരോപണവും ഉണ്ട്. യുവതിക്ക് പോലീസ് സംരക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ ഇന്നലെ പ്രത്യേകം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. എന്നാൽ രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഇതും വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണത്തിനെതിരെ ഓരോ ജില്ലയിലും കേസെടുക്കാൻ ADGP H. വെങ്കിടേഷിന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പുറത്തുവിട്ട ചിത്രങ്ങൾ പലതും വിവാദമായതോടുകൂടി ഇപ്പോൾ പോസ്റ്റ് ഇട്ടവരെല്ലാം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാഹുലിനെ വളഞ്ഞിട്ട് പിടിക്കാൻ തന്നെ പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. രാഹുലിനെ കണ്ടെത്താനായിട്ട് ഓരോ ജില്ലകളിലും ഇപ്പോൾ പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം രാഹുൽ എങ്ങോട്ട് പോയി എന്നുള്ള ഒരു ചർച്ച തന്നെയാണ്. ഇത് പോലീസിന് തന്നെ ഒരു നാണക്കേടാണ്. പിണറായി സർക്കാരിന് തന്നെ ഇപ്പോൾ നാണക്കേടായി മാറിയിരിക്കുകയാണ്. വളഞ്ഞിട്ട് പ്രതിയെ പിടിക്കാൻ ഇത്രയേറെ സന്നദ്ധങ്ങൾ ഇത്രയേറെ സംഘങ്ങളെ നിയോഗിച്ചിട്ട് പോലും രാഹുൽ എവിടെ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും രാഹുലുമായി ബന്ധമുള്ള ചിലരെയൊക്കെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി ഇവർക്ക് നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നുള്ള പോലീസിന് കിട്ടിയ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ള നീക്കം ഊർജിതമാക്കിയത്. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക ഒരു സംഘം തന്നെയാണ് ഉള്ളത്. ഇതിനു പുറമെ ഓരോ ജില്ലയിലും രാഹുലിനെ കണ്ടെത്താനായിട്ട് ഓരോ സംഘങ്ങളെയും
ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന ഇപ്പം നടക്കുന്നത്. രാഹുലിനൊപ്പം കേസിലെ മറ്റൊരു പ്രതിയായ ജോബി ജോസഫിനെയും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വ്യാപകമായിട്ടുള്ള പരിശോധന. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ ഉൾപ്പെടെ പരിശോധന നടന്നു. പക്ഷെ ഒരിടത്തു നിന്നും ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി പാലക്കാട്ടെ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പരാതിക്കാരിയായ യുവതി ഫ്ളാറ്റിലെത്തിയ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി റൂമിലെത്തി പോലീസ് സംഘം ഈ പരിശോധന നടത്തിയത്. എന്നാൽ ഒരു മാസത്തിന് മുന്നേ ഉള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിച്ചും രാഹുൽ പീഡിപ്പിച്ചുവെന്ന് പരാതിക്കാരിയുടെ മൊഴിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് എത്തിയത്. എന്നാൽ യുവതി പരാതിയിൽ പറയുന്ന കാലയളവിൽ ഒന്നും തന്നെ ദൃശ്യങ്ങൾ അവിടെ നിന്നും ലഭ്യമല്ല. എത്രയും കാലം മുൻപത്തെ ദൃശ്യം DVRൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇത് അസാധ്യമായത്. എന്നാൽ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവ ബാക്കപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഫ്ളാറ്റിന് സമീപത്തെ CCTVയിലെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് ശേഷവും ഇപ്പോൾ തുടർന്നിരിക്കുകയാണ്. രാഹുലിന്റെ 2 കാറുകളും ഫ്ളാറ്റിൽ തന്നെയുണ്ട്. അതിനിടെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള നിയമോപദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഗർഭചിത്ര കുറ്റത്തിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനെന്നാണ് ജാമ്യാപേക്ഷയിലെ രാഹുലിന്റെ വാദം. വിവാഹബന്ധം വേർപെടുത്തി 5 മാസത്തിനു ശേഷമാണ് രാഹുലുമായി സൗഹൃദമെന്നും വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി. സുഹൃത്തായ ജോബി ജോസഫ് വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് എന്തിന് എന്നുള്ള കാര്യത്തിനും രാഹുൽ മറുപടി പറയേണ്ടി വരും. സൗഹൃദം കാരണം കൊടുത്തതാണെന്ന് വാദിച്ചാൽ അതും എന്നാൽ നിലനിൽക്കാൻ സാധ്യതയില്ല. രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയൊക്കെ ശബ്ദ സന്ദേശം തെളിവായിട്ടുണ്ട്. എന്നാൽ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന ശബ്ദ സന്ദേശം രാഹുലിന്റെ പക്ഷത്തുണ്ട് എന്നുള്ളതാണ്. ഇത് സമർപ്പിച്ചതായിട്ടാണ് സൂചന. ഇത് ശരിയാണെങ്കിൽ സമ്മർദ്ദഫലമായിട്ടാണ് പെൺകുട്ടി ഇപ്പോൾ പരാതി നൽകിയെന്ന രാഹുലിന്റെ വാദം ഇപ്പോൾ രാഹുലിനെ തുണച്ചേക്കാം. ഇതാണ് ജാമ്യം കിട്ടുമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏക വിശ്വാസവും. ഏതായാലും ഈ വാദമൊന്നും നിലനിൽക്കില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച ഏതായാലും കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് 1-ാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് 2-ാം പ്രതിയുമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ, ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നുണ്ട്. ഇതോടെ പുറത്തുവന്ന ശബ്ദം AI അല്ലെന്നുള്ളതും വ്യക്തമായിരിക്കുന്നു. യുവതി മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുമുണ്ട്. മറ്റൊരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, നമ്മുടെ കുഞ്ഞ് വേണം എന്ന് മാങ്കൂട്ടത്തിൽ പറയുന്നുമുണ്ട്. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇത് രാഹുലിന് വിനയാകും എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നതും ക്രിമിനൽ കുറ്റം തന്നെയാണ്. മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടർ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നിർദ്ദേശിച്ച ഡോക്ടർ ഉൾപ്പെടെ പ്രതിയാകാൻ സാധ്യതയുണ്ട്. അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ഭാരതീയ ന്യായ സംഹിത 89 പ്രകാരം ജീവപര്യന്തം തടവോ 10 വർഷം വരെ തടവോ പിഴയോ ശിക്ഷയായി ലഭിക്കാൻ ഇടവരും. ജീവന് ഭീഷണിയുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് BNS 123 പ്രകാരം 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രതിയുടെ സുഹൃത്ത് ജോബി ജോസഫിനും ഈ കുറ്റം ബാധകമാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഒളിവിൽ ഇപ്പോൾ തുടരുന്നത്. കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിച്ചാൽ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീട്ടാനാണ് മാങ്കൂട്ടത്തിന്റെ തീരുമാനം.